ചാനൽ. ഹിയർ വി ഗോ അഗൈൻ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സൂക്കൽ ബഹറിലൂടെ ദുബായ് മോളിൻ്റെ കുറച്ച് കാഴ്ചകളും ബുർജ് ഖലീഫയുടെ നല്ല രീതിയിലും ബുർജ് ഖലീഫയിൽ നിന്നുള്ള നല്ലൊരു ഫൗണ്ടെയിനും കാണാം. ഓക്കെ, സൂക്കൽ ബഹറിൽ വരാനായിട്ട് നമ്മൾ ഡൗൺ ടൗണിൽ നിന്ന് നേരെ വരുമ്പോഴത്തേക്ക് രണ്ടാമത്തെ സിഗ്നൽ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ സൂക്കൽ ബഹറിൻ്റെ എൻട്രൻസ് ഉണ്ടാവും. ആ എൻട്രൻസിൽ കയറുമ്പോൾ പാർക്കിംഗ് നമ്പർ 3 പോകണം. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഫ്രീ ആയിരിക്കും. ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് അവിടെ ഫ്രീ ആണ്. നമുക്ക് ടൈം പീരീഡ് ഇല്ലാതെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ 2 hours നമുക്ക് പാർക്കിംഗ് ഫ്രീ ഉണ്ട്. അത് കഴിഞ്ഞ് ഓരോ മണിക്കൂറിനും 10 dirhams വെച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഫ്രീ ആണ്, നമുക്ക് ഭാഗ്യമാണ്. ഇപ്പം ഫ്രീ ആയിട്ട് പോകാൻ പറ്റും, അൺലിമിറ്റഡ് ആയിട്ട് ടൈമിൽ കിട്ടും. അപ്പോൾ സൂക്കൽ ബഹറിലുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ ഒരുപാട് നല്ല ഷോപ്പുകളൊക്കെ ഉണ്ട്. 2 സൈഡിലായിട്ട് നല്ല ഷോപ്സൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ തന്നെ കുറേ പെർഫ്യൂംസിൻ്റെയും ഇവരുടെ തന്നെ ഡ്രസ്സസൊക്കെ ഉള്ള ഷോപ്സൊക്കെ ഉണ്ട് ഒരുപാട്. അതുകൊണ്ട് ഇതെല്ലാം ട്രഡീഷണൽ ഡ്രസ്സസൊക്കെ ഉള്ളതാണ് ഈ വീട്. പിന്നെ ജ്വല്ലറി ഷോപ്സ് ഉണ്ട്. പിന്നെ മോസ്റ്റ്ലി പെർഫ്യൂംസും അതൊക്കെ വിൽക്കുന്ന ഷോപ്സിലാണ് കൂടുതലുള്ളത്. ബേക്കറികളുണ്ട്. ഇതൊരു കാർപ്പറ്റ് ഷോപ്പാണ്. പിന്നെ ഇവിടെ ഒരു ഐസ്ക്രീം ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വേറൊരു എൻട്രൻസൊക്കെ ഉണ്ട്. ഈ ഒരു എൻട്രൻസ് നേരെ പോയി കഴിഞ്ഞാൽ ഈ സൂക്കൽ ബഹറിൻ്റെ വേറൊരു സൈഡിലോട്ടാണ് നമ്മൾ എൻ്റർ ആവുന്നത്. ഇതൊക്കെ കണ്ടോ, നല്ല ട്രഷർ പോലെ ഉണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ആ മഞ്ഞ വെട്ടമൊക്കെ അടിച്ചപ്പോൾ നല്ല രസമുണ്ട്. ഈ 2 ഒട്ടകങ്ങൾ ഇവിടെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇത് ഇരുമ്പിലാണ്, നല്ല പോളിഷൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡോർ തുറന്ന് പോയി കഴിഞ്ഞാൽ വേറൊരു ഓപ്പൺ വ്യൂ കിട്ടും. നമ്മൾ സൂക്കൽ ബഹറിലെ കുറച്ച് ഓപ്പൺ റെസ്റ്റോറൻറ്റ്സിൻ്റെ ആ ഒരു എൻട്രൻസിലോട്ട് എത്തും. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു ബുർജ് ഖലീഫ വ്യൂവും കിട്ടും. ഇവിടെ എല്ലാം ന്യൂയോർക്കിനൊക്കെ ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇതെല്ലാം ഫുള്ളാണ്. ഇവിടെ നോക്കി നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട് ബുർജ് ഖലീഫ. ഇതാണ് നമ്മുടെ സൂക്കൽ ബഹർ മൊത്തത്തിലുള്ള വ്യൂ. ഈ റൈറ്റ് സൈഡിൽ ഈ ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് വരെയാണ് കേട്ടോ. അതും ഓപ്പൺ റെസ്റ്റോറൻ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാലാവസ്ഥയുണ്ടല്ലോ. വലിയ വെയിലും മൂടലോ ഒന്നുമില്ല. സാധാരണ ചൂട് സമയത്ത് ഇത്ര ക്വാളിറ്റി കിട്ടത്തില്ല ഇവിടെയൊന്നും. ഇത് മൊത്തം ആവി വന്നിട്ട് ഭയങ്കര ഇതിൽ ഹ്യൂമിഡിറ്റി അറിയാമല്ലോ, ഹ്യൂമിഡിറ്റി വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാണാൻ. വ്യൂ നല്ല ക്വാളിറ്റി ഉണ്ടാവില്ല, പക്ഷെ ഇപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവിടെ നല്ല വ്യൂസാണ് കേട്ടോ. ഇവിടെ നിന്ന് ആ ഒരു ബ്രിഡ്ജ് കയറി അപ്പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബുർജ് ഖലീഫ കുറച്ചുകൂടെ അടുത്തേക്ക്. ഇതാണ് ഇത് പാലസ് ഹോട്ടലാണ്. ആ ഫൗണ്ടെയിൻ കാണുന്നത് പാലസ് ഹോട്ടലാണ്. ഈ കാണുന്നതെല്ലാം പാലസ് ഹോട്ടലിൻ്റെ വാട്ടറാണ്. അപ്പോൾ ഇതിലേക്കൂടെ നമുക്ക് ഇറങ്ങിയാൽ ബുർജ് ഖലീഫയുടെ അടുത്തോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതിലേ വരുമ്പോഴത്തേക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ഫൗണ്ടെയിൻ ഉണ്ട് കണ്ടോ. അതിനകത്തുനിന്ന് വെള്ളം വരുന്നുണ്ട്, ആ ഡോറിൻ്റെ ഭാഗത്തുനിന്ന് വെള്ളം വരുന്നുണ്ട്. ഈ അകത്തുനിന്നുള്ള ഫൗണ്ടെയിൻ കാണാൻ കുറച്ചുകൂടെ താഴത്തെല്ലാം കാണാം, നല്ല അപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റും പറയാനായിട്ട്. ഈ പാർട്ട് ആ ഒരു തടാകം പോലെ കാണുന്ന അതെല്ലാം ബുർജ് ഖലീഫയുടെ ആ ഒരു ഫൗണ്ടെയിൻ്റെ പാർട്ടായിട്ടുള്ളതാണ്. കാണാണ്ടോ, കാണാം 2 സൈഡും കാണാം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം പാലസ് ഹോട്ടലിൻ്റെ പാർട്ടാണ്. അതെല്ലാം ഓരോ റൂംസ്.
സൂക്കിൾ ബാറിനകത്തോട്ട് ഇറങ്ങി വന്നിട്ട് ആ ഫുട്പാത്ത് വഴി നേരെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ദുബായ് മോളിൻ്റെ ആ ഒരു വ്യൂവിലോട്ട് പോകുന്ന ഭാഗത്ത്, ദുബായ് മോളിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്ത് നിങ്ങൾ ഈ പോസ്റ്റ് കണ്ടായിരുന്നോ? ഈ പോസ്റ്റിന് മുകളിൽ സ്പീക്കർ വെച്ചേക്കുന്നുണ്ടോ? ഒരു സൈഡിൽ ലൈറ്റും ഒരു സൈഡിൽ സ്പീക്കറും. ആ സ്പീക്കറിൽ നിന്നാണ് ഈ സൗണ്ട് വരുന്നത് കേട്ടോ. ഈ തൊട്ട് താഴെ ഒരു സ്ക്വയർ ടൈപ്പിൽ ഒരു ബോക്സ് പോലെ ഉണ്ടോ താഴെ, അതിൽ നിന്നാണ് ഊഫർ, അവിടെയാണ് ഊഫർ വെച്ചിട്ടുള്ളത്. നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് കണ്ടോ. ഇത്രയും ഈ വെച്ചിരിക്കുന്ന എല്ലാ പോസ്റ്റിലും അങ്ങനെ സ്പീക്കറും ഊഫറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബുർജ് ഖലീഫയുടെ നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലം കണ്ടോ. നല്ല വെയിലടിച്ചിട്ട് നല്ല തിളങ്ങി നിൽക്കുക. നല്ല വെയിലുണ്ട്, പക്ഷെ ചൂടൊന്നും അധികം അനുഭവപ്പെടുന്നില്ല. ഇവിടെ നല്ല വുഡൻ സ്ട്രക്ചറിലൊക്കെ ചെയ്തിട്ടുള്ളൊരു നല്ലൊരു ഏരിയ ഉണ്ട്. ഇതാണ് നമ്മൾ സെൻറ്ററായിട്ടുള്ള സ്ഥലം. കൊള്ളാം. ഒരുപാട് ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ അവിടെ. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ളൊരു ബുർജ് ഖലീഫ. 2010 ജനുവരി 4-നാണ് ബുർജ് ഖലീഫ ഉദ്ഘാടനം ചെയ്തത്. 160 ഫ്ലോറുകളാണ് ഈ ബുർജ് ഖലീഫയിൽ മൊത്തത്തിലുള്ളത്. 95 കിലോമീറ്റർ ദൂരെ വരെ നിന്നാണ് നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റും. യു എയിൽ ഇത്രയും ഈ പാട്ടെല്ലാം ബുർജ് ഖലീഫ ഫൗണ്ടൈൻ്റെ പാട്ടാണ്. ഇത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് നല്ല വ്യൂ കിട്ടും. ഈ ഒരു വാട്ടർ ഫൗണ്ടൈൻ്റെ എന്നും രാവിലെ തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 1:30 ഉച്ചയ്ക്ക് 1:30 ഒരു ഷോ ഉണ്ട്, വാട്ടർ ഫൗണ്ടൈൻ ഷോ ഉണ്ട് 1:30. അത് കഴിഞ്ഞാൽ വൈകിട്ട് 6:30 സ്റ്റാർട്ട് ചെയ്യും. ഓരോ അരമണിക്കൂറും ഇങ്ങനെ മ്യൂസിക് വിത്ത് ലൈറ്റ് ഷോ ഉണ്ടാവും, വാട്ടർ ഫൗണ്ടൈൻ ഷോ ഉണ്ടാവും. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. നല്ല ഭംഗി നല്ല വ്യൂ ആണ്. ഇത് ദുബായ് ഷോപ്പിംഗ് മാളാണ്. ടർക്കിഷ് ഐസ്ക്രീം ആരുമില്ല അവിടെ, പക്ഷെ നല്ല വൃത്തിയാണ് കേട്ടോ ഇവിടെ. എല്ലായിടത്തും എവിടെ നോക്കിയാലും നല്ല ഭംഗിയാണ്, നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ാണ് ഇനി നമ്മൾ അങ്ങോട്ട് പോകാം. ഇതൊരു നല്ലൊരു ഫോട്ടോ പോയിൻറ്റും കൂടിയാണ് കണ്ടോ. ഇവിടെ നിന്ന് ഇതൊരു സ്റ്റീലാണോ അലുമിനിയം ആണോ എന്നറിയില്ല. നല്ലൊരു സ്പിയർ ടൈപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് വെച്ചേക്കുന്നത്. പുറക് സൈഡിൽ കുറച്ച് ബൾജ് ചെയ്തിരിക്കുന്നതാണ്. അവിടെ നിന്ന് ആ ബുർജ് ഖലീഫിന് നല്ലൊരു വ്യൂ അതിൽ റിഫ്ലക്റ്റ് ചെയ്യണമല്ലോ. ഫുൾ വ്യൂ കിട്ടും. കൊള്ളാം, നന്നായിട്ടുണ്ട്. എല്ലാ സ്ഥലവും ഫോട്ടോ പോയിൻറ്റ്സാണ്. എവിടെ നിന്നാണോ ഫോട്ടോ എടുക്കാം. നല്ല ഭംഗിയാണ് എല്ലായിടത്തും. ഇത് ആ പാലം ക്രോസ് ചെയ്ത് നമ്മളിങ്ങ് വന്നേ. ആ പാലം ക്രോസ് ചെയ്ത് അതിൽ നടന്നിങ്ങ് വന്നു. അത് സൂക്കൽ ബാറിൻ്റെ ഭാഗമാണ്. ഇനി നമുക്ക് തിരിച്ചങ്ങോട്ട് പോകാം. അടുത്ത ഒരു ഫൗണ്ടൈൻ്റെ ടൈം ആയിട്ടുണ്ട്. 1:30 അവിടെ പോയി ഒരു ഫൗണ്ടൈൻ ഷോ കാണാം. അപ്പോൾ
അപ്പം നമ്മൾ ആ സൈഡിൽ നിന്നൊക്കെ കറങ്ങിയിട്ട് തിരിച്ച് ഇതായി ഇവിടെ വന്നു. ഇവിടെ വെയിറ്റുമാണ്. ഫൗണ്ടെയിൻ ഇപ്പോൾ തുടങ്ങും. 1:20 1:30 ഫൗണ്ടെയിൻ തുടങ്ങുന്നത്. ഇതൊരു ഗ്രൂപ്പ് ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ. അവരുടെ ഗൈഡ്സ് തുടങ്ങുന്നുണ്ട്. അവരുടെ ഗൈഡാണ് അവിടെ കൊടിയും പിടിച്ചിട്ടിരിക്കുന്നത്, ആ ബാഗും തൂക്കിയിരിക്കുന്നത്. റഷ്യൻസ് ആണെന്നുണ്ട്, റഷ്യൻ ലാംഗ്വേജിനകത്തൊക്കെ പറയുന്നുണ്ട്. ഫൗണ്ടെയിൻ ഇപ്പോൾ തുടങ്ങും. ഒന്ന് തിരിഞ്ഞപ്പോഴേക്കും തുടങ്ങി. അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഈ തടാകം ഉണ്ടല്ലോ, ഇതൊരു 30 ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് കണ്ടാൽ പറയില്ല കേട്ടോ, ഇത്രയും ഏരിയ ഉണ്ട്. 30 ഏക്കറുണ്ട് ടോട്ടൽ. കാലിഫോർണിയ ആസ്ഥാനമായ വെഡ് ഡിസൈൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു ഫൗണ്ടെയിൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതായത് 6600 ലൈറ്റുകളും 25 പ്രൊജക്ടേഴ്സും വെച്ചിട്ടാണ് ഇതിൽ ഫൗണ്ടെയിനിൽ നൈറ്റിൽ അത് ചെയ്യണം. 152.4 മീറ്റർ വരെ ഇതിന് വെള്ളം ഹൈറ്റിൽ പ്രഷർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ആ ഒരു ഡാൻസിങ് ടൈമിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സൂക്കൽബർഗിൻ്റെയും ബുർജ് ഖലീഫയുടെയൊക്കെ വ്യൂവിലുള്ള ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇവിടെ തന്നെ ബാലൻസ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലെ എത്തിക്കുക. താങ്ക് യു സോ മച്ച്.